ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് കേക്കാണ്. അതിനായിട്ട് 4 ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 350 ഗ്രാം ഉണ്ടാകും. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കാരമൽ ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാരയും ഒരു 3 സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇളക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. 10ഓളം ഡേറ്റ്സ് 2 മണിക്കൂർ മുമ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ദേഹത്ത് തെറുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡേറ്റ്സും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റോളം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് മൈദയും ഒരു 1.5 സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയും 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ടയും 2 ഏലക്കയിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് വാനില എസൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി പൊടിച്ച് വെച്ച പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് മൈദയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ടൈറ്റായി തോന്നിയപ്പോൾ ഞാനൊരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ശക്തി കൊടുക്കാതെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരറ്റ് ഡേറ്റ്സ് മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കി വെച്ച ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ സ്റ്റൗവിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എയർ ബബിൾസ് ഉണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. 1 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുവാണ്. കേക്ക് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. പാകത്തിനായിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല സോഫ്റ്റായ കേക്കാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.